തള്ളാരെ മനസ്സറിയണേ മനസ്സിലാക്കണേ മക്കളെ കിട്ടണത് തന്നെ കുട്ടികളെ ദുനിയാവിൽ ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. ഇമ്മാക്ക് ആ ഭാഗ്യം രണ്ട് ആമക്കളാനെ തന്നെ ഏകിട്ടുള്ളൂ എന്നാ തോന്നണത്. പെണ്ണെന്ന് പറയാൻ ആകെ ഒരു കരടുള്ളതാ. എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഉമ്മാക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിളി പോലും ഓടതില്ല. പാവം കുഞ്ഞോൾ ഓർത്തിട്ടുള്ള സങ്കടം പറിച്ചില്ല മോളെ ഇപ്പം എപ്പം നോക്കിയാലും. മനസ്സിലായി. അല്ല, എന്താ ഓളെ പാട്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ നോക്കിയെന്നല്ലാണ്ട് ഒരു റിപ്ലൈ പോലും തന്നില്ല. ഓളെ റിപ്ലൈ കിട്ടിയിട്ട് കണ്ടത് തന്നെ ഇക്കാരം. ഓളെ കാര്യമൊന്നും പറയാണ്ടിരിക്കാൻ ഇതിലോ നല്ലത്. നമ്മളെ പെരെയുള്ളവരൊക്കെ ഓൾക്കിപ്പോൾ ശത്രുക്കളാണ്. നമ്മളെ വീട്ടിലത്തെ കാര്യം എന്തോ ആവട്ടെ, അവിടെ എന്താ പാടാണാവോ. അല്ല, അവളെ ചെറിയ നാത്തൂൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, വന്നാ? ഇല്ല, വന്നിട്ടില്ല. ചിലപ്പം കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തുമായിരിക്കും. ഇന്നാൾ ആരിസ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു അടുത്തന്നെ വരും എന്നൊക്കെ. ഇനിയിപ്പോൾ ആ കുട്ടിയും കൂടിയും വന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ നാത്തൂന് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് പടച്ചോനക്കറിയാം മോളെ. എന്താ സൽമാത്ത, ഓൾ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കണ്ടോ? അതൊക്കെ പറയാനാണെങ്കിലേ ഒരുപാടുണ്ട് ദിലിയോ. നമ്മളമ്മ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പലതും ഇങ്ങനെ മുണ്ടാതെ നടക്കണത്. അല്ല, ഇജ്ജ് വന്നൂട്ടാ, അനക്ക് ചായ കുടിക്കണ്ടേ? ഇജ്ജെല്ലാം നല്ല മസാല ദോശ വേണമെന്ന് പറഞ്ഞിന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇജ്ജ് നീട്ടിട്ട് ചൂടോടുക്കനെ പറഞ്ഞു തരാച്ചിട്ടാ. വായോ. സൽമാത്താൻ്റെ ഫുഡൊക്കെ കഴിക്കാനേ കൊതിയാവുണ്ട്. അവിടെ ഉള്ള ഒന്നിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റണില്ല. എപ്പോഴും ഞാൻ അതിനോട് പറയും, നാട്ടിൽ പോയിട്ട് വേണം സൽമാത്ത ഉണ്ടാക്കണ ഫുഡൊക്കെ വയറും നിറച്ച് കഴിക്കാനെന്ന്. വേഗം വാ, ചൂടോടുക്കനാകുമ്പോഴേ ഒന്ന് രണ്ടെണ്ണം തിന്നാൻ പറ്റും. സൽമാത്ത ഇവിടെ ഇല്ലേ? എവിടെ പോയി സൽമാത്ത? സൽമാത്ത എന്തതിലോ? ഒന്നില്ല, കുക്കർ നിർത്തണ. 2-3 വിസിലയക്കണേ. അത് ഓഫാക്കിക്കാളെ.